9:16 മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ആഗ്രഹിച്ചു പ്രയത്നിച്ചു എന്നതുകൊണ്ട് മാത്രം ഇവിടെ എത്തിച്ചേരണമെന്ന് നിർബന്ധമില്ല. കുറച്ച് പേര് വീട്ടിലിരുന്ന് ഈ യൂട്യൂബ് ചാനലിലൂടെ കൺവെൻഷൻ കൂടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയും ഇരുന്ന് കൂടണമെങ്കിൽ കർത്താവ് കൃപ നമുക്ക് തരണം. കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് കൂടാൻ പറ്റുന്നത്. കർത്താവ് കൃപ തന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേകതയാണ് ഹൃദയത്തിന് ഒരു തുറവിയുണ്ടാവും. ഹൃദയത്തുറവിയുണ്ടാവും. ആ ഹൃദയത്തുറവിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നോക്കുന്നത്, ഇന്നലെ ഒരാളൊരു സാക്ഷ്യം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ തലവേദന 30 വർഷമായ തലവേദനയാണ്. തലവേദന വന്നാൽ അദ്ദേഹം തലവേദന തുടങ്ങിയ 2, 3, 4 ദിവസമൊക്കെ പിടിക്കും. അത് മൂർച്ഛിച്ച് അവസാനം ഛർദ്ദിച്ച് അവസാനം രക്തം ഛർദ്ദിക്കാൻ തുടങ്ങും. എന്നിട്ടാണ് ഒരുവിധം ശാന്തമാകുന്നത്. 30 വർഷം ഇതായിരുന്നു. അങ്ങനെ ഓരോ മാസവും 3-4 തവണ ഇതുപോലെ ഉണ്ടാവും. ഒരു തവണ വന്നാൽ ഇങ്ങനെ 2, 3, 4 ദിവസം നിൽക്കും. എന്നിട്ട് അവസാനം കൊണ്ട് വേദനിച്ച് ഛർദ്ദിച്ച് രക്തം തുപ്പിയാണ് അതിൻ്റെ അവസാനം. അങ്ങനെ 3-4 തവണ ഓരോ മാസം ഉണ്ടാവും. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സൈമൻ ചേട്ടൻ എവിടെന്നാ? കൊല്ലൂര്. എനിക്ക് 30 വർഷമായിട്ട് തലവേദനയായിരുന്നു. 30 വർഷമായ തലവേദന. 30 വർഷമായ തലവേദന. ദൈവമേ, എനിക്ക് 2 ദിവസം വന്നാൽ മതി, നമ്മുടെ ബാലൻസ് കിട്ടും. 2019 അപ്പം 30 വർഷം. 2019 ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ടൈമിൽ എനിക്കൊരു വൈഫിനും കൂടിയിട്ടൊരു കൂളിംഗ് ഫീലിംഗ് ഉണ്ടായി. ഒരു തലവേദന മാറി. 2019 2019 ഈ ചേട്ടൻ്റെ ഭാര്യയും കൂടെ ഇവിടെ വന്നൊരു വെള്ളിയാഴ്ചത്തെ ധ്യാനം കൂടി അല്ലേ? അതെ. ഇതുപോലെ ഒരു വെള്ളിയാഴ്ചത്തെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുമ്പോൾ ഈ ചേട്ടൻ്റെ ഭാര്യ ഒരുമിച്ച് യേശുവേ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ സ്തുതിക്കുകയാണ്. ആ സ്തുതിക്കുന്ന സമയത്ത് ഒരു തണുത്ത ഒരു കാറ്റിനുള്ളിൽ, തണുത്ത ഒരു അന്തരീക്ഷത്തിനുള്ളിലായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി അല്ലേ? ഒരു കൂളിംഗ്. നിങ്ങൾക്ക് 2 പേർക്ക് അനുഭവപ്പെട്ടു? 2 പേർക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം പിന്നെ തലവേദന ഉണ്ടായിട്ടില്ല. പിന്നെ ഇതുവരെ തലവേദനയില്ല. 2019 അങ്ങോട്ട് ഇറങ്ങിപ്പോയതാ. സാധാരണ തലവേദനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഛർദ്ദിച്ച് ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്യാറുണ്ട്. തലവേദന എന്ന് പറഞ്ഞാലേ, എനിക്കൊക്കെ വരുന്ന തലവേദന ഛർദ്ദിക്കുമില്ല, ഒന്നുമില്ല, എന്നിട്ടും സഹിക്കാൻ പറ്റണില്ല. അത് ഒരു രാത്രി നിന്നാൽ മതി, പിറ്റേ ദിവസം ആകുമ്പോൾ ആകെ അവശ കൊളാവും. അപ്പോൾ ഈ ചേട്ടൻ പറയാണ്, ഈ ചേട്ടൻ്റെ തലവേദനയുടെ പ്രത്യേകത ഛർദ്ദിച്ച് ബ്ലഡ് വൊമിറ്റ് ചെയ്യും. അതിങ്ങനെ ഒരു കാലത്ത് ഉച്ച 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂ ഒരു 3-4 ദിവസം വന്നു കഴിഞ്ഞ് ലാസ്റ്റ് ടൈമിൽ ബ്ലഡ് അതായത് ഒരു തലവേദന വന്നാൽ രാത്രിക്ക് വന്ന് നേരം വിളക്ക് മാറണമല്ല. എനിക്കുള്ള തലവേദന രാത്രിക്ക് വന്ന് നേരം വിളക്ക് മാറും. പകൽ വന്നാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് എങ്ങനെയെങ്കിലൊക്കെ മാറും. അത് വെള്ളം നനച്ച് വെച്ച് എങ്ങനെയെങ്കിലും അത് മാറും. പക്ഷേ ഈ ചേട്ടന് തലവേദന വന്നാൽ അന്ന് വൈകുന്നേരം, അന്ന് രാത്രി, പിറ്റേ ദിവസം 3-4 ദിവസം കഴിഞ്ഞ് അവസാനം ആകുമ്പോഴേക്ക് ഛർദ്ദിച്ച് രക്തം ഛർദ്ദിച്ച് അല്ലേ? അവസാനം പിന്നെ രക്തം ഛർദ്ദിച്ച് വീണ് കിടക്കും. അത് കഴിയുമ്പോഴത്തേനും ശാന്താവും. പിന്നെ കുറച്ച് ദിവസത്തിന് കുഴപ്പമില്ല, പിന്നെയും വരും. മാസത്തിലൊരു 4 തവണയൊക്കെ. ഒരു മാസത്തിൽ 3-4 തവണ എന്ന് പറഞ്ഞാൽ 4 ആഴ്ചയിലേ ഉള്ളൂ. ഒരു വന്ന 4-5 ദിവസം വെച്ചിട്ടുണ്ട്. അപ്പോ ഇത് എത്ര വർഷമായിട്ടുള്ളതാ? എനിക്കൊരു 22 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ടാവും. 22 വയസ്സൊക്കെ ആകുമ്പോൾ, ഒരു 10-20 വയസ്സ് 22 വയസ്സൊക്കെ ആകുമ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോൾ 53 വയസ്സ്. 30 വർഷത്തിലധികമായി. ഇപ്പം 53 വയസ്സായി. അതായത് തീരെ തിരിച്ചറിവില്ലാത്തൊരു കുഞ്ഞുപിള്ള പറയുന്ന കാര്യമല്ല ഇത്. 22 വയസ്സ് തൊട്ട് 53 വയസ്സ് വരെ നല്ല തിരിച്ചറിവും പോകുന്നുള്ള കാലമാണ്. ആ സമയത്ത് അനുഭവിച്ച നരകവേദനയുടെ ഓർമ്മയാണ് അല്ലേ? നരകവേദന അല്ലേ ഇത് ശരിക്കും അല്ലേ? ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജോലിയും ചെയ്യാൻ പറ്റില്ല. ഫുൾ ടൈം കിടപ്പ്, തലകെട്ടി ഫുൾ ടൈം കിടക്കണം. എന്നാലും മാറണില്ല. വെളിച്ചൊന്നും കാണാൻ പാടില്ല. എനിക്കറിയാം, എനിക്കിറങ്ങി വരാറുണ്ട്. പക്ഷേ എനിക്ക് വന്നാൽ ഇത് തലയിൽ കെട്ടി നോക്കി നല്ല തോർത്തൊക്കെ നനച്ചിട്ടാൽ നേരം വെളുക്കുമ്പോഴേക്കും മാറും. അത്രേ ഉള്ളൂ. ഒരു രാത്രിയൊന്നും സഹിക്കാൻ പറ്റണില്ല. നമ്മൾ അപ്പോഴത്തേനും വയ്യാന്ന് പറയും. ഛർദ്ദിക്കുമല്ല, കണ്ണു തുറിക്കുമല്ലോ, ഒന്നുമില്ല. പക്ഷെ തലവേദന വന്നാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റും. അപ്പം ഈ ചേട്ടൻ എത്ര മാത്രം സഹിച്ചിട്ടുണ്ടാവും. വെളിച്ചടിച്ച അപ്പം പ്രശ്നമാണ്. ഭയങ്കര ബുദ്ധിമുട്ട്. സ്വരം കേൾക്കാൻ പാടില്ല, വെളിച്ചടിക്കാൻ പാടില്ല, ചില സമയത്ത് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ലേ? കുറവാണ്.
ആ ടൈമിൽ ഭക്ഷണം ഇല്ല, ഭക്ഷണം വേണ്ട, വിശപ്പ് തോന്നുന്നില്ല. അങ്ങനെ 30 വർഷം സഹിച്ചതാണ്, 30 വർഷം. അപ്പോൾ അദ്ദേഹത്തിന് ജീവിത പങ്കാളിക്കും തോന്നി അട്ടപ്പാടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. വീട്ടിൽ നിന്ന് രണ്ടുപേരും കൂടെ പറയുകയാണ്, നമുക്ക് അട്ടപ്പാടി സെഹ്യോനിൽ പോയി എന്ന് പ്രാർത്ഥിക്കാം, എന്നിട്ട് എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തും, അപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തും എന്ന് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് നേർച്ച നേർന്ന് അവർ ഇവിടെ വന്ന് വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ കൂടി. എന്നിട്ട് എല്ലാവരും കൂടെ കൂടി കർത്താവാ യേശുവേ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ സ്തുതിക്കുന്ന സമയത്ത് ഇവർ ഫാമിലി ദമ്പതികൾ ഒരുമിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു തണുത്ത പാത്രത്തിലായ പോലെ ഒരു അനുഭവം, ഒരു കൂളിങ്ങിൻ്റെ ഒരു അന്തരീക്ഷത്തിനുള്ളിൽ ഇവരായ ഒരു അനുഭവം, തണുത്ത കാറ്റിനുള്ളിൽ ഇവർ പെട്ടു. അപ്പം തൊട്ട് സൗഖ്യം. പിന്നെ ഇതുവരെ 2021 ഡിസംബറായി, 22 പോവാ, 19 മാറിയതാണ്. ഓക്കെ, കൊറോണ കാരണമാണ് ഇതിന് മുമ്പ് വന്ന് സാക്ഷ്യം പറയാതെ. പക്ഷെ എന്നാലും പറഞ്ഞ ഇത്രയും സമയം, ഇത്രയും വർഷമായിട്ട് അത് പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഫുള്ളായിട്ട് കർത്താവ് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ കൂടുന്ന സമയത്ത് ഇത് ഈശോ തന്നെ നേരിട്ട് സുഖപ്പെടുത്തുന്നതാണ്. ഈ കുടുംബത്തിൻ്റെ സ്ഥിതി ചിന്തിച്ചു നോക്കി. ഇതുപോലെ നല്ല നിലവിളി കൊണ്ട് വേദനിക്കുന്ന ആളുകളുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനം ഒരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹൃദയം നുറുങ്ങി എരിവരി കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. വീട്ടിൽ ഇരിക്കുന്നവരും അങ്ങനെ തന്നെ ചെയ്യണം. വെറുതെ ഇങ്ങനെ അലസരായിരിക്കരുത്. നല്ല എരിവരിയോടെ വളരെ എരിവുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. വേദനയോടെ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ശ്രീകൃഷ്ണപുരത്തുനിന്ന് ഒരു സഹോദരൻ ഇന്നലെ വന്ന് സുനീഷിൻ്റെ പ്രശ്നം ഇതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെറുപ്പം തൊട്ട് ഈ സമയം വരെ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയം വരെ അദ്ദേഹത്തിന് മാത്രം പരാജയം. ബാക്കിയുള്ളവർക്കെല്ലാം കാര്യം നടക്കും, അദ്ദേഹത്തിൻ്റെ കാര്യം നടക്കുകയല്ല. ബിസിനസ് തുടങ്ങിയാൽ അത് പരാജയം, ജോലിക്ക് പോയാൽ അവിടെ പരാജയം, വണ്ടി എടുത്താൽ അത് പരാജയം, വീട്ടിൽ ചെന്നാൽ കൃഷി തുടങ്ങിയാൽ അത് പരാജയം. എന്ത് ചെയ്താലും ഒരു ഗുണം പിടിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ. അപ്പോൾ എന്തോ ഒരു ബന്ധനം, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണത്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്നാൽ ശരിയായില്ല, ഞാൻ അട്ടപ്പാടിക്ക് പോകുമെന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യും, 9 വെള്ളിയാഴ്ച ഞാൻ മലയിൽ പോയി, അട്ടപ്പാടി മലയിൽ പോയി കർത്താവിനെ ആരാധിക്കും. ഈ കൽക്കുരിശിൻ്റെ ചുറ്റിനൊക്കെ നടന്നില്ല, അത് കാര്യമുണ്ട്. 9 വെള്ളിയാഴ്ച ഞാൻ എൻ്റെ കർത്താവിനെ അട്ടപ്പാടി മലയിൽ പോയി ആരാധിക്കും, എൻ്റെ ജീവിതത്തിൻ്റെ തടസ്സം മാറ്റി തരണം എന്ന് പറഞ്ഞ് അവിടെ ഒറ്റ കരച്ചിലും പ്രാർത്ഥനയായിട്ട് നേർച്ച അങ്ങോട്ട് നേർന്നു. ആ അനുഭവം ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സുനീഷ്. ഞാൻ ശ്രീകൃഷ്ണ ഇടവകയെന്ന് വരുന്നു. സുനീഷേ, ശ്രീകൃഷ്ണപുരത്തുനിന്നല്ലേ? എനിക്ക് ജോലി സംബന്ധമായിട്ട് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതെനിക്ക് 3 ദിവസം കൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ ശരിയായി ക്രമീകരിക്കാൻ സാധിച്ചു. കൂടാതെ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് പരാജയമാണ്. ഞാനൊരു PSC പരീക്ഷ എഴുതിയാലും ഒരു റിക്രൂട്ട്മെന്റ്, ചില ആളുകൾ അവരുടെ ഒരു ഹൃദയവേദന എന്നോട് പലപ്പോഴും പറയാമെന്നറിയാം. എനിക്ക് മാത്രം, ഞാൻ എപ്പോഴും എവിടെ ചെന്നാലും എന്ത് ചെയ്താലും തുടക്കം തൊട്ട് എന്നും ഈ പരാജയമാണ്. അത് ബാക്കി പലരും ജയിച്ച് എന്നാലും വെറുതെ നിൽക്കുമ്പോഴേക്കും അവർ അനുഗ്രഹിച്ച് ഉയർന്നു പോകണ്ട്. ഞാൻ നന്നായിട്ട് ചെയ്യും, കഠിനാധ്വാനം ചെയ്യും, പക്ഷേ എപ്പോഴും പരാജയം. ഒരു നിസ്സാര കാര്യത്തിന് പുറകോട്ട് പോകും. അങ്ങനത്തെ സ്ഥിതി അതായിരുന്നു സുനീഷിന്റെ പ്രശ്നം. റിക്രൂട്ട്മെന്റിനോ PSC പരീക്ഷയോ മറ്റൊരു വാഹനം വാങ്ങിയാൽ എവിടെ ഒരു കമ്പനി ജോലിക്ക് പോയാലും ജോലി നഷ്ടപ്പെട്ട് എന്ത് ചെയ്താലും അത് തന്നെയാണ് സ്ഥിതി. അങ്ങനെ പരാജയം മാത്രമായിരുന്നു അനുഭവം. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് 9 വെള്ളിയാഴ്ച കുരിശുമലയിൽ വന്ന് പ്രാർത്ഥിച്ചോളം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ കുരി കഴിക്കുന്ന മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് എന്ത് ജോലി ലഭിച്ചാലും ആദ്യ മാസത്തെ ശമ്പളം കൊടുത്തോളാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനിവിടെ വന്ന് 4 വെള്ളിയാഴ്ച വന്നപ്പോഴേക്കും എനിക്ക് ഇൻ്റർവ്യൂ കാർഡുകൾ വരാൻ തുടങ്ങി. അതായത് 9 വെള്ളിയാഴ്ച ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ നേർച്ച നേർന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, തുടക്കം തൊട്ട് എൻ്റെ ഓർമ്മ ചെന്ന് തൊട്ട് എൻ്റെ ഒരു അനുഭവം ഇതാണ്, എനിക്ക് മാത്രമില്ല, ബാക്കി അല്ല തട്ടിപ്പുകളാണ്, ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടും. അതുകൊണ്ട് എൻ്റെ ആ ഒരു ദുരവസ്ഥ എടുത്തു മാറ്റണം, തടസ്സങ്ങൾ മാറ്റണം. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കെട്ടുകളോ തടസ്സങ്ങളോ അതൊക്കെ മാറ്റി എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തരണമേ. ഞാൻ ഇവിടെ വന്ന് എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്ന് 9 വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 4-ാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഇൻ്റർവ്യൂ കാർഡുകൾക്ക് മറുപടി ഇങ്ങനെ വരാൻ തുടങ്ങി, ഓരോരോ കാര്യങ്ങൾ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു ദിവസം വെള്ളിയാഴ്ച ഇവിടെ വന്ന്
ജോസച്ചനെയും സാംസനച്ചനെയും കണ്ടു. രണ്ടച്ഛന്മാർ നമ്മൾ ഷെയർ ചെയ്തു. ജോസച്ചനോട് സാംസനച്ചനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ജോസച്ചൻ പറഞ്ഞ് 7 ദിവസം കുരിശിൻ്റെ വഴി ചൊല്ലി വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ജോസച്ചൻ അപ്പം പറഞ്ഞു, ജോസച്ചൻ നമ്മുടെ ജ്ഞാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ജോസച്ചൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യ്, 7 ദിവസം വീട്ടിലിരുന്ന് കുരിശിൻ്റെ വഴി ചെയ്യാൻ പറഞ്ഞു. പിന്നെ സാംസനച്ചൻ പറഞ്ഞു ഔസേപിതാവിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവിടെ ഒരു ഔസേപിതാവിൻ്റെ രൂപമുണ്ട്. സാംസനച്ചൻ പറഞ്ഞു, ആ ഔസേപിതാവിൻ്റെ രൂപത്തിന് മേൽ പ്രാർത്ഥിച്ച ഒരാളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരുന്നിട്ടില്ല. നീ ദയവ് ചെയ്ത് വേഗം ഔസേപിതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പോയി നിന്റെ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് 4 വെള്ളിയാഴ്ച വന്നപ്പോഴേക്ക് 4 ഇൻ്റർവ്യൂ കാർഡ് എനിക്ക് വന്നു. അതിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ കാർഡുമായിട്ട് ഞാനിവിടെ കൈവപ്പാനു പ്രാർത്ഥിക്കുക ടൈലച്ചൻ്റെ തിരുസന്നിധി അവിടെ വന്ന് ഞാൻ നിന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ ഇൻ്റർവ്യൂ കാർഡിൽ ശക്തമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പോയി, എനിക്ക് ആ ജോലി ലഭിച്ചു. 2 ജോലി കിട്ടി, നഗരസഭയിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും. ഗവൺമെൻറ് ജോലി, 2 ഗവൺമെൻറ് ജോലിയാണ് അങ്ങനെ കിട്ടണം. ഞാൻ ജോലി ഏത് തിരഞ്ഞെടുക്കണം എന്നാണ് ഇപ്പോഴത്തെ വിഷയം. അതുപോലെ തടസ്സങ്ങൾ മാറി ദുരിതരാന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. ഇപ്പം കുറച്ച് നാളായിട്ട് അദ്ദേഹം നല്ല ജോലിയിലാണ്, നല്ല സമാധാനം, സന്തോഷം അല്ലേ, സന്തോഷം സമാധാനം ഇല്ല. അതിലിപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ 2 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിച്ച ജോലി പറഞ്ഞ് സെലക്ട് ചെയ്തത് അത് കുഴപ്പമില്ലാതെ നല്ല വിധ ചെയ്യാൻ കർത്താവ് അനുഗ്രഹിച്ചു. ഒരു ഡെലിവറൻസ് ആ സമയത്ത് കർത്താവ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ജീവിതത്തിൽ. 9 വെള്ളിയാഴ്ച ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ 2-3 വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ജീവിതത്തിൻ്റെ മേലുള്ള പരാജയ ശക്തികളെല്ലാം അങ്ങോട്ട് തെറിച്ചു പോയി. പിന്നെ ഞങ്ങൾ ഇൻ്റർവ്യൂകൾ വരാൻ തുടങ്ങി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, സെലക്ട് ചെയ്യപ്പെടുന്നു, വിളിക്കുന്നു, ജോലി പടപെടാന്ന് പറഞ്ഞ് എല്ലാ ഭാഗത്തുനിന്നും ജോലിക്ക് വിളിക്കുക. അത് പറഞ്ഞ് തിരഞ്ഞെടുത്ത് ഇപ്പോൾ സമാധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1.5 വർഷമായിട്ട് കോവിഡ് പേഷ്യൻറ്റിനെ പരിചരിക്കുന്ന ഡ്യൂട്ടി കിട്ടിയായിരുന്നു 3 പ്രാവശ്യം. പ്രശ്നമൊന്നും വന്നില്ലല്ലോ ഇതുവരെ. എനിക്കും കുടുംബത്തിനും ഇതുവരെ ഒരു പോസിറ്റീവ് ഒരു പ്രശ്നമില്ല. ഇപ്പം മറ്റേ പഴയ ആ അവസ്ഥയൊക്കെ മാറി. മറ്റേത് പരിസരത്തെങ്ങാനും ഒരു വിനാശം പോയാൽ ഇയാളെ ചാടി പിടിക്കുമായിരുന്നു, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. പക്ഷെ അതങ്ങനെ മാറി. ഇപ്പോൾ വിനാശത്തിന് നടുവിൽ നിന്നാലും ശരി, ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുക വിനാശം. അങ്ങനെ അത് ഡെലിവറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചില വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഈ സഹോദരൻ്റെ ആത്മീയ ജ്ഞാനം കിട്ടിയോണ്ട് സഹോദരൻ പറഞ്ഞു, ഇത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് മാറുന്ന തോന്നുന്നില്ല, എൻ്റെ ചെറുപ്പത്തോടുള്ള വിഷയമാണ്. ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ 9 വെള്ളിയാഴ്ച എൻ്റെ കർത്താവിൻ്റെ ആലയത്തിൽ പോയി അവിടുത്തെ ആരാധിക്കും, എനിക്കൊരു ഡെലിവറൻസ് വേണം. 4ാമത്തെ വെള്ളിയാഴ്ച ആയപ്പോൾ തൊട്ടിന് വ്യത്യാസം വരാൻ തുടങ്ങി. ഇപ്പോൾ ഒരു സന്തോഷം, ഇപ്പം നല്ല സമാധാനം, സന്തോഷമല്ലേ, ഹാപ്പി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സന്തോഷവും ഒരു നിറവും ഒരു ആത്മീയ ആനന്ദമല്ല ദൈവം കൊടുക്കാൻ തുടങ്ങി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 16-ാം തിരുലിഖിതം വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ? കഴിഞ്ഞ 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം ഞാൻ അഴിച്ചുവിടേണ്ടതില്ലെന്ന് ഈശോ ചോദിക്കുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങളിരിക്കുന്നവരും ബുദ്ധിമുട്ടിലിരിക്കുന്നവരുടെയും ആ മുഖങ്ങളൊക്കെ തകർക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 13-ാം തിരുലിഖിതം. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 13-ാം തിരുലിഖിതം. നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ കഴുത്തിലെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ കഴുത്തിലെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. സങ്കീർത്തന പുസ്തകം 68-ാം അധ്യായം 5-6 തിരുലിഖിതങ്ങൾ. സങ്കീർത്തനം 68-ാം അധ്യായം 5-6 തിരുലിഖിതങ്ങൾ. ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്. അഗതികൾക്ക് വസിക്കാൻ ദൈവം കൊടുക്കുന്നു. അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. തടവുകാരെ എന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെ തടവറയിൽ കിടക്കുന്നവർ, ബന്ധനത്തിൽ കിടക്കുന്നവർ, വിഷമത്തിയിരിക്കുന്നവർ, കലഹത്തിലിരിക്കുന്നവർ, വിവാഹമോചനത്തിൻ്റെ വക്കത്തിൽ നിൽക്കുന്നവർ, വലിയ തരത്തിലുള്ള അവിശ്വാസപ്പീഡ പിശാചിൻ്റെ ഉപദ്രവമുള്ളവർ, മന്ത്രവാദം, കൂടോത്രം ഇവയുടെ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ നിമിത്തം മനം തകർന്നിരിക്കുന്നവർ, അങ്ങനെയുള്ളവരെ കർത്താവ് തടവുകാരെ മോചിപ്പിച്ച്, വായിച്ചു നോക്കിയേ, ഐശ്വര്യത്തിലേക്ക്, വായിച്ചു നോക്കൂ, തടവുകാരെ മോചിപ്പിച്ച്
ഐശ്വര്യത്തിലേക്ക് നശിക്കുന്നു. എന്നാൽ കുരുട്ടുബുദ്ധികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മല്ലടിച്ചിരിക്കുന്നവരുണ്ട്, വിമത സ്വഭാവം, മല്ലടിക്കുന്ന പ്രകൃതക്കാർ. അവർ കുരുട്ടുബുദ്ധി, ദേ വിൽ ലിവ് ഇൻ പാർച്ച്ഡ് ലാൻഡ്സ്, വരണ്ട ഭൂമി വസിക്കും. നിഷ്കളങ്കർക്ക് ദൈവത്തിൻ്റെ മാർഗ്ഗം ഋജുവാണ്. നേരെ വന്ന് കർത്താവേന്ന് വിളിക്കും, ദൈവം അനുഗ്രഹിക്കും, അവർ സമാധാനത്തിൽ പോകും. 30 വർഷമായ തലവേദന, അവർ വന്ന് കർത്താവേന്ന് വിളിച്ച് ദൈവം അനുഗ്രഹിച്ച് സന്തോഷത്തിൽ തുള്ളിച്ചാടി അവർ പോയി. ബാക്കിയുള്ള കുരുട്ടുബുദ്ധികൾ ചിന്തിക്കണം, അങ്ങനെ 30 വർഷത്തിൽ മാറുമോ? അപ്പോൾ ഇനി ആശുപത്രിയൊക്കെ വെറുതെ ആയിരിക്കും, ഇനി മെഡിക്കൽ കോളേജിൽ നിന്ന് വേണ്ടേ, ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിഷ്കളങ്ക ഹൃദയം അനുഗ്രഹം പ്രാപിക്കും. നിഷ്കളങ്ക ഹൃദയം അനുഗ്രഹം പ്രാപിക്കും. അതാണ് യേശയ്യ 66 അധ്യായം 2 വാക്യം. യേശയ്യ 66:2 അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കടാക്ഷിക്കുമെന്ന് പറയുന്നില്ല. ഇന്ന് ഇങ്ങനെ കർത്താവ് പറയുന്നില്ല. ഇന്ന് ഓരോ ദിവസം ഓരോ വിധത്തിലാണ് കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ. ഇന്ന് കർത്താവ് പറയണത് എല്ലാവരെയും കടാക്ഷിക്കുമെന്ന് പറയുന്നില്ല, ഒരു കൂട്ടരെ കടാക്ഷിക്കും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് 66 അധ്യായത്തിൽ 2 വാക്യം. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. എൻ്റെ കർത്താവെ എനിക്ക് രക്ഷ വേണം, എൻ്റെ കർത്താവെ എനിക്ക് സൗഖ്യം വേണം, എൻ്റെ കർത്താവെ അങ്ങ് രക്ഷിച്ചില്ലെങ്കിൽ എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് കരഞ്ഞ് നിലവിളിച്ചാൽ അവിടെ കർത്താവ് ഇറങ്ങി വന്ന് സഹായിക്കും. എഴുന്നേറ്റ് വന്നോ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശയ്യ 52 അധ്യായം 2 വാക്യം. യേശയ്യ 52:2 ഇങ്ങനെയാണ് പറയണത്: ബന്ധനസയായ ജെറുസലേമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസയായ സിയോൻ പുത്രി, ബന്ധനസയായ സിയോൻ പുത്രി, വായിക്കൂ. ബന്ധനസയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിച്ച് കളയുക. അതിനുവേണ്ടി കൂടെയാണ് കർത്താവിൻ്റെ ശുശ്രൂഷകളിലേക്ക് കർത്താവ് കൊണ്ടുവരും. പരാജയപ്പെട്ട് തോറ്റിരിക്കുന്നവർ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, രോഗം പിടിച്ച് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നവർ, കലഹിച്ച് ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവർ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടിലിരിക്കുന്നവർ, വിവാഹ തടസ്സമുള്ളവർ, പലതരത്തിലുള്ള ശത്രുക്കളുടെ ഉപദ്രവ നിമിത്തം വിഷമിക്കുന്നവർ, ജോലി കിട്ടാതെ വേദനിക്കുന്നവർ, സകല തരത്തിലുള്ള ക്ലേശങ്ങളുള്ളവരോട് കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് വിളിച്ച് അങ്ങനെ വന്നിരിക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്നവർ. കർത്താവ് വിളിച്ചിട്ട് വന്നവരാണ് ഇവിടെ നിൽക്കുന്നവർ. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവത്തിൻ്റെ അനന്തശക്തി ഈ സമൂഹത്തിന് മേൽ പ്രവഹിക്കും. കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത, അവിടുന്ന് നുകങ്ങൾ തകർക്കുന്ന ആത്മാവാണ്. അവിടുന്ന് കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുന്നവനാണ്. അവിടുന്ന് രോഗങ്ങളെ എടുത്തു മാറ്റുന്നവനാണ്. അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവാണ്. അവിടുത്തെ ശക്തി പരിമിതപ്പെടുത്തുക ആർക്ക് സാധ്യമല്ല. അവിടുത്തെ ശക്തി പരിമിതപ്പെടുത്തുക ആർക്ക് സാധ്യമല്ല. കർത്താവിന് ശക്തി പരിമിതപ്പെടുത്തുക ആർക്ക് സാധ്യമല്ല. കർത്താവിന് ശക്തി പരിമിതപ്പെടുത്തുക ആർക്ക് സാധ്യമല്ല. അവിടുന്നാണ് ആദി, അവിടുന്നാണ് അന്ത്യം, അവിടുന്നാണ് ആൽഫ, അവിടുന്നാണ് ഒമേഗ. അവിടുന്ന് വഴി എല്ലാം ഉണ്ടായി, അവിടുന്ന് വഴി എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടപ്രപഞ്ചം മുഴുവനും രൂപപ്പെടുത്താൻ കഴിവുള്ളവനാണ് അവിടുന്ന്. തന്റെ അങ്കുലിൽ ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്നവനാണ് അവിടുന്ന്. ലോകം മുഴുവനെ തന്നെ തന്റെ അങ്കുലിൽ ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്നവനാണ് അവിടുന്ന്. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ തറപറ്റിക്കാൻ കഴിയുന്നവനാണ് അവിടുന്ന്. നമ്മുടെ ശരീരത്തിൽ ആധിപത്യം പുലർത്തുന്ന തിന്മകളെ ശാസിക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ ഭാരങ്ങൾ സമർപ്പിക്കുക, അവരവരുടെ വേദനകൾ സമർപ്പിക്കുക, സങ്കടങ്ങൾ സമർപ്പിക്കുക. ദൈവമേ, ഇപ്പോൾ ഈ പ്രിയപ്പെട്ട മക്കളെ ആശീർവദിക്കുന്നു. വിശുദ്ധ ജലം തളിച്ച് ഈ കുടുംബങ്ങളെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം, പിതാവേ, ഈ ദൈവമക്കളുടെ ശരീരങ്ങൾ കുടികൊള്ളുന്ന രോഗങ്ങളെ ശാസിക്കുന്നു. ക്യാൻസർ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബാധകൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ശക്തികൾ ഒഴിഞ്ഞു പോകട്ടെ. കർത്താവേ, പഠിക്കാൻ കഴിയാത്ത കുട്ടികളുടെ പഠന തടസ്സങ്ങൾ മാറട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കട്ടെ. ആസ്മ രോഗങ്ങൾ വിട്ടുപോകട്ടെ. സംഹാരങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. കിഡ്നി സംബന്ധ രോഗപീഠകളിലേക്ക് ദൈവത്തിന്റെ അനന്ത ശക്തി ഇറങ്ങട്ടെ. ശരീരത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കട്ടെ. പൈശാചിക ബാധകളെ ശാസിക്കുന്നു, ഭൂതങ്ങളെ ശാസിക്കുന്നു, അന്ധകാര സേനകളെ ശാസിക്കുന്നു, കൂടോത്ര മന്ത്രവാദ ശക്തികളെ ശാസിക്കുന്നു, നാരകീയ സേനകളെ, അന്ധകാര അധിപതികളെ, ബാധകളെ, ഭൂതങ്ങളെ, രോഗശക്തികളെ, ആധിപത്യങ്ങളെ, ദുഷ്പ്രവൃത്തികളെ നസ്രായന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഇപ്പോൾ ഇവരെ വിട്ടുപോയി